ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന 173 ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ ഈശോയുടെ സവിധത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും മക്കളെ ചേർത്ത് വെച്ച് വിശുദ്ധിയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി നിറയുവാൻ ഈ കാലഘട്ടത്തിൽ മക്കളുടെ ജീവിതത്തിൽ വളരെയധികം പോരായ്മകളുണ്ട്. എത്ര ഓടിയാലും ഫലമില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ജോലി മേഖല വലിയ തടസ്സമാണ്, ആരോഗ്യ മേഖലയിൽ വലിയ കുറവുണ്ട്. മക്കളെ ഓർത്ത് മാതാപിതാക്കളെ നമുക്ക് അനേകം പ്രതിസന്ധികൾ പറയാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ നിങ്ങൾ പേരുകൾ സമർപ്പിക്കുന്ന, കമന്റുകളായി പേരുകൾ ടൈപ്പ് ചെയ്ത് എഴുതുന്ന ആ മക്കളുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഈ പ്രഭാതത്തിൽ തന്നെ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിത പ്രതിസന്ധി മാറട്ടെ, സുഗമമായി മുമ്പോട്ട് പോകുവാൻ, സമൃദ്ധിയാർന്ന ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. 112 സങ്കീർത്തനം 2 വചനം ഇപ്രകാരമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക: സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും, അവരുടെ ഭവനം സമ്പദ് സമൃദ്ധമാകും. പ്രിയപ്പെട്ടവരെ, മക്കളുടെ ജീവിതത്തിൽ സത്യസന്ധത നിറയുവാൻ, നന്മ നിറയുവാൻ, എല്ലാ കുറവുകളും ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് സത്യസന്ധതയോടുകൂടി നിൽക്കുവാൻ, നീതിബോധത്തോടെ നിൽക്കുവാൻ, സത്യത്തിന് കാവലാളായി നിൽക്കുവാൻ ഒരു കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധി വന്നാലും സത്യം മുറുകെ പിടിക്കും. കളവ് പറയില്ല, കളവ് ചെയ്യില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കില്ല. തീരുമാനമെടുത്ത് ഒരു തരത്തിലും അന്യായമായ സമ്പാദ്യമൊന്നും വേണ്ട, തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മതി. ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് എളിമയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹമാകട്ടെ, അവരുടെ ഭവനം സമ്പദ് സമൃദ്ധമാകുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സത്യസന്ധതയോടെ നേടുവാൻ. ഇപ്പോൾ നോക്കുമ്പോൾ പല കുറവുകളുണ്ടായിരിക്കാം. മറ്റുള്ളവരൊക്കെ പലതരത്തിലുള്ള കള്ളത്തരമൊക്കെ കാണിച്ച് വിജയിക്കുന്നുണ്ടാകാം, പലതരത്തിൽ നേടുന്നുണ്ടാകാം. പ്രിയപ്പെട്ട അതൊന്നും ശാശ്വതമല്ല. ഒരു കുമ്മള പോലെ പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ എന്ന് തിരിച്ചറിവോടുകൂടി സത്യസന്ധമായിട്ട് നേടുന്നതേ അത് നിലനിൽക്കുകയുള്ളൂ എന്ന ബോധ്യം മക്കൾക്ക് നിറയുവാനും നേർവഴി മുമ്പോട്ട് പോകുവാൻ, അങ്ങനെ സമൃദ്ധി അനുഭവിക്കുവാൻ, തുടർന്നുള്ള ജീവിതത്തിൽ തൻ്റെ ആ സമൃദ്ധി അനുഭവിക്കുക, ദൈവം തരുന്ന അനുഗ്രഹം കണ്ടുകൊണ്ട് ദർശിക്കുവാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ മക്കളുടെ ആ സമൃദ്ധി കണ്ട് മാതാപിതാക്കളെ നമുക്കും സന്തോഷിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ആമീൻ. സങ്കീർത്തനങ്ങൾ 112:2. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ സത്യസന്ധത ദൃഷ്ടിയുള്ളവരായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളുടെ ജീവിതം സമൃദ്ധി നിറയുവാൻ, നീതിബോധവും സത്യസന്ധത സന്മാർഗ ജീവിതം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സഹനശക്തിയിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ട് കർത്താവ് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും, അങ്ങേ മുറുകെ പിടിക്കുവാനും, സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റി സമൃദ്ധി അനുഭവിക്കുവാനും, അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.